ചൂടാതെ പോയി നീ, നിനക്കായി ഞാനെൻ്റെ ചോരയിൽ ചാലിച്ച പനിനീർ പൂവുകൾ. കാണാതെ പോയി നീ, നിനക്കായി ഞാനെൻ്റെ പ്രാണന്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ വരികൾ. ഗുഡ് ഈവനിങ്, നമസ്കാർ, വെൽക്കം ടു ക്ലബ് FM ലവ് ബൈറ്റ്സ്. ലവ് ബൈറ്റ്സുമായി ഇന്നും നിങ്ങളോടൊപ്പം ഞാൻ എത്തുകയാണ്, പ്രിയൻ. ഈ വരികൾ കേട്ട് കഴിയുമ്പോൾ പ്രണയത്തിൻ്റെ വിരഹത്തിൻ്റെ ഒരു ചായവുണ്ട്. ആ പ്രണയവിരഹത്തിൻ്റെ വേദനയുടെ വിങ്ങലിൻ്റെ നനവുണ്ട് ഈ വരികൾക്ക്. പ്രണയത്തിൻ്റെ തീച്ചൂളയിൽ എരിഞ്ഞു തീർന്ന എത്രയോ ഹൃദയങ്ങളെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതിനോടകം. പ്രണയം സുഖമുള്ള ഒരു നോവാണ്, എന്നാൽ വിരഹമോ ആ നോവുണങ്ങാത്ത ഒരു മുറിവും. ആ മുറിവ് പിന്നെ ഒരിക്കലും ഉണങ്ങില്ല. ഉണങ്ങിയെന്ന് നമ്മൾ എത്ര കരുതിയാലും നടിച്ചാലും അതൊരു നീറ്റലായി എവിടെയോ അവശേഷിക്കും. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ വരികൾ ചൊല്ലുകയാണ്. ചൂടാതെ പോയി നീ, നിനക്കായി ഞാൻ എൻ്റെ ചോരയിൽ ചാലിച്ച പനിനീർ പൂവുകൾ. കാണാതെ പോയി നീ, നിനക്കായി ഞാൻ എൻ്റെ പ്രാണന്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ. ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു ക്ലബ് FM ലവ് ബൈറ്റ്സ്. ലവ് ബൈറ്റ്സിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ പ്രിയനാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. രാധാമാധവം, റോമിയോ ജൂലിയറ്റ്, ലൈല മജ്നു, രമണൻ, ഒഥെല്ലോ, ആന്റിഗണി, മീഡിയ. ഞാൻ ഈ പറഞ്ഞ വേൾഡ് ക്ലാസിക്കുകളെല്ലാം തന്നെ ദുരന്ത നാടകങ്ങളും നോവലുകളും കവിതകളും ഒക്കെയാണ് അല്ലെ. നമ്മുടെ വേൾഡ് ക്ലാസിക്കുകളെല്ലാം തന്നെ പ്രണയപരാജയത്തിലൂന്നിയുള്ളതാണ്. പക്ഷെയോ ഈ നോവൽ വായിക്കുമ്പോഴോ നാടകം കാണുമ്പോഴോ ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത്, ദൈവമേ, റോമിയോയും ജൂലിയറ്റും എങ്ങനെയെങ്കിലും ഒന്നാവണേ, ലൈലയും മജ്നുവും ഒന്നായി തീരണേ, ഒഥെല്ലോയ്ക്ക് ഡെസ്റ്റിമോണിയോടുള്ള തെറ്റിദ്ധാരണകൾ മാറണേ എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ. നമ്മുടെ പ്രണയവും ചിലപ്പോൾ പരാജയപ്പെട്ടു പോയേക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ കഥകളിലും സിനിമയിലുമൊക്കെ കാണുന്ന പ്രണയം വിജയിച്ച് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് അതങ്ങനെ ഉണ്ടാകുന്നത്? ഭൂമിയിലുണ്ടാകുന്ന പ്രണയത്തിൽ ഒരു 95% പരാജയപ്പെട്ടു പോകുന്നവയാണ്. പക്ഷെ നമ്മളിതെല്ലാം വിജയിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവരാണ്, കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ വൈരുദ്ധ്യം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്? ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്തുനിന്ന് തന്നെ ഇതിൻ്റെ ഉത്തരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഫേസ്ബുക്കിലെ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ പോകണം. അവിടെ ഞാൻ ഈ ചോദ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കമൻറ്റ്സ് അവിടെ എനിക്ക് ആവശ്യമുണ്ട്. കൂടാതെ ഇന്ന് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനായി എനിക്ക് മെസ്സേജുകൾ അയയ്ക്കുക. CLUBFM എന്ന് ടൈപ്പ് ചെയ്തൊരു സ്പേസ് ഇട്ട് നിങ്ങളുടെ പേരെഴുതി 56070 എന്ന നമ്പറിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക. സ്റ്റേ ട്യൂൺഡ്. അടുത്ത ഗാനം കേൾക്കാം ഇപ്പോൾ ക്ലബ് FM ലവ് ബൈറ്റ്സിലൂടെ. ഗുഡ് ഈവനിങ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ക്ലബ് FM ലവ് ബൈറ്റ്സ്. ലവ് ബൈറ്റ്സുമായി ഞാൻ പ്രിയൻ നിങ്ങളോടൊപ്പം ഒരിക്കൽ കൂടി ഒന്നിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു, നമ്മുടെ വേൾഡ് ക്ലാസിക്കുകളിലും അതുപോലെ സിനിമയിലുമൊക്കെ പ്രണയം പരാജയപ്പെട്ട് കാണുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് വേദനിക്കുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് സിനിമയിലും നോവലിലും കവിതകളിലും ഒക്കെ പ്രണയം വിജയിച്ചു കാണാൻ ആഗ്രഹിക്കുന്നത്? നമ്മളോടൊപ്പം എന്തായാലും ആദ്യത്തെ കൂട്ടുകാരി എത്തിച്ചേരുകയാണ്, ഐശ്വര്യ. നമുക്ക് സ്വാഗതം ചെയ്യാം. ഹായ്, ഗുഡ് ഈവനിങ് ഐശ്വര്യ. ഹായ് ഐശ്വര്യ, എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ +1 ആണ്, കൊമേഴ്സ് ആണ്. +1 കൊമേഴ്സ് ആണ് അല്ലെ? ഈ കണക്ക് കൂട്ടലുകൾക്കിടയിൽ പ്രണയത്തിന് സമയമുണ്ടോ? ടിവിയിൽ കാണാൻ ഇഷ്ടമാണ്, പക്ഷെ റിയൽ ലൈഫിൽ എനിക്ക് എന്റെ അച്ഛനും അമ്മയോടെ പോകാനാണ് ഇഷ്ടം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമ്മളൊരു സിനിമ കാണുമെന്ന് വിചാരിക്കൂ. ഇപ്പൊ ഏതെങ്കിലും ഒരു ലവ് ഫെയിലിയർ വരുന്ന ഒരു സിനിമ കണ്ടോന്ന് വിചാരിക്കൂ. പ്രത്യേകിച്ച് ഇപ്പോൾ ലൈല മജ്നു പോലൊരു സംഭവമാണ് കാണുന്നതെന്ന് വിചാരിക്കൂ. അവര് തമ്മിൽ ഒന്നിക്കണം എന്ന് പോലും ഐശ്വര്യക്ക് തോന്നിയിട്ടില്ല. അത്രയ്ക്കും വിരോധിയാണോ പ്രണയത്തിന്റെ? അല്ല, എനിക്ക് ടിവിയിലാണെങ്കിൽ അതിനോട് താല്പര്യമുണ്ട്. ഇപ്പൊ റിയൽ ലൈഫിലാണെങ്കിൽ അത് സക്സസ് ആവാൻ ബുദ്ധിമുട്ടാണ് എന്തായാലും. പക്ഷെ സിനിമയിൽ സക്സസ് ആവാൻ ചാൻസും ഉണ്ട്, ചില സിനിമകളിൽ ചാൻസ് ഇല്ല. അതുകൊണ്ട് ആ സിനിമയിലെങ്കിലും സക്സസ് ആവണ്ടേ, അതുകൊണ്ട് അതിനോട് താല്പര്യമുണ്ട്. ഓക്കെ, സിനിമയിലെങ്കിലും സക്സസ് ആയി കാണാനായിട്ട് അല്ലേ? റിയൽ ലൈഫിനോട് താല്പര്യമില്ല. പാരന്റ്സിന് ഇഷ്ടമാണെങ്കിൽ അതിനോട് കുഴപ്പമില്ല, പക്ഷെ അല്ലാത്ത ഒരു ഇതിനോട് എനിക്ക് താല്പര്യമില്ല. ഓക്കെ ഐശ്വര്യ, താങ്ക് യു സോ മച്ച് ഐശ്വര്യ. ബൈ. താങ്ക് യു. സോ ഐശ്വര്യ നമ്മളോട് പറഞ്ഞ ഒപ്പീനിയൻ കേട്ടല്ലോ അല്ലെ? ഐശ്വര്യ പറയുന്ന സിനിമയിലെങ്കിലും ഇത് സക്സസ് ആയിട്ട് കാണണ്ടേ, സന്തോഷിക്കണ്ടേ എന്നാണ്. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ അറിയാൻ വേണ്ടി പ്രിയൻ കാത്തിരിക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ്. ഇപ്പോഴെന്തായാലും അടുത്ത ഗാനം എത്തുകയാണ് നിങ്ങൾക്കായി. വെൽക്കം വൺസ് അഗെയിൻ. ഞാൻ പ്രിയൻ നിങ്ങളുടെ കൂടെയുണ്ട് ക്ലബ് FM ലവ് ബൈറ്റ്സിൽ.
പ്രണയപരാജയത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മളെപ്പോഴും വേദനയെക്കുറിച്ച് എന്തിനു സംസാരിക്കുന്നു, ചിന്തിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ വേദന ഒരു വലിയ സുഖമാണ്. പ്രണയം അറിയുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രണയപരാജയവും അറിയുക എന്നുള്ളത്, വിരഹവും അനുഭവിക്കുക എന്നുള്ളത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഈ പ്രണയവിരഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. എന്തായാലും സിനിമയിൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രണയപരാജയങ്ങൾ വന്നിട്ടുള്ള ഒരു സിനിമ മദനോത്സവമായാലും, പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്, തമിഴിലെടുക്കുകയാണെങ്കിൽ ഈ അടുത്തിറങ്ങിയ വാരണമായിരം, വിണ്ണൈ താണ്ടി വരുവായ, ഇവരുടെയൊക്കെ പ്രണയം സക്സസ് ആവണം. അതിനു വേണ്ടിയിട്ടാണ് ആ നായകനും നായികയും കഷ്ടപ്പെടുന്നത് സിനിമയിലുടനീളം. പക്ഷെ ഒടുവിൽ പരാജയപ്പെട്ടു പോകുമ്പോഴുണ്ടാകുന്ന ഒരു വിഷമം, അത് കാണുന്ന നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദന, എന്തിനാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്ന് നമുക്കൊരു ചിന്തയുണ്ടാകുന്നു. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയുണ്ടാകുന്നു? ഭൂമിയിലുണ്ടാകുന്ന എല്ലാ പ്രണയങ്ങളും വിജയിച്ചോളണം എന്ന് നമുക്കെന്തുകൊണ്ട് വാശിയുണ്ടാകുന്നു? അതിൻ്റെ പുറകിൽ മറ്റെന്തെങ്കിലും ചിന്തകളുണ്ടോ? നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് അറിയാനും പ്രിയൻ കാത്തിരിക്കുക. ഇപ്പോൾ അടുത്ത ഗാനം എത്തുന്നു. സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് യുവർ ക്ലബ് FM, ലവ് ബൈറ്റ്സ്.